എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് അശമന്നൂർ മേദല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹാക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിലാണ്. ഇവിടെ നിന്നും കവാടം കടന്നു ചെല്ലുമ്പോൾ അനേകം പടികളാൽ നിർമ്മിക്കപ്പെട്ട മലമുകളിലെ ക്ഷേത്രം കാണാം. 5000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി മാറിയ കല്ലിൽ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ക്ഷേത്രത്തിന് ചുറ്റും കാടാണ്. 28 ഏക്കർ വിസ്തീർണമുണ്ട് ഈ കാടിന്. വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിലെത്തുവാൻ ഈ കാണുന്ന 120 കരിങ്കൽ പടവുകൾ കയറണം. ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ സംഗമിക്കുന്ന ഈ ക്ഷേത്രം വിശ്വസിക്കുവാൻ സാധിക്കാത്ത കഥകളും മിത്തുകളുമൊക്കെയായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പ്രശസ്ത ജൈനക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം. ഞാൻ പടികൾ ഓരോന്നായി കയറി ക്ഷേത്രത്തിന് മുൻവശം എത്തിച്ചേർന്നു. ക്ഷേത്രമാണോ പാറക്കെട്ടാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമായ വിധം ക്ഷേത്രം പാറക്കെട്ടുകളിൽ ലയിച്ചു കിടക്കുന്നു. ഞാൻ ക്ഷേത്രത്തിന്റെ പടികൾ കയറി ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ചേർന്നു. ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപം മേൽക്കൂരയടക്കം കരിങ്കലിൽ തീർത്തതാണ്. ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പടുകൂറ്റൻ പാറയിൽ നിർമ്മിച്ച ഗുഹക്കുള്ളിലും. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ശ്രീകോവിലിന് മാത്രമായി പ്രദക്ഷിണം വയ്ക്കുവാൻ സാധിക്കുകയില്ല. ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന പാറമല അടക്കമാണ് ഇവിടെ പ്രദക്ഷിണം ചെയ്യുന്നത്. ശ്രീകോവിൽ കൂടാതെ ബലിക്കല്ല്, ആനപ്പന്തൽ എന്നിവയെല്ലാം കല്ലിൽ നിർമ്മിച്ചവ. കല്ലിൽ തീർത്ത പടവുകളും ഗുഹകളും എല്ലാം കൂടി കല്ലിൽ അരുളുന്ന ദേവിയെയാണ് നമുക്ക് കാണാനാവുക. ദേവീ വിഗ്രഹം പഞ്ചലോഹ കവചം കൊണ്ട് മൂടിയിരിക്കുന്നു. ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് പിന്നീട് ഹിന്ദുമതത്തിൽ ദുർഗയായി തീർന്നത്. ബ്രഹ്മാവിന്റെ വിഗ്രഹം ഈ പാറമലയ്ക്ക് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ജൈനമതക്കാർ ആരാധിച്ചിരുന്ന പാർശ്വനാഥന്റെയും മഹാവീരന്റെയും വിഗ്രഹങ്ങൾ ഇപ്പോൾ ശിവനും വിഷ്ണുവുമാണ്. വലിയമ്പലത്തിന് വെളിയിലായി വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഞാൻ പാറമലയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ കാടിനുള്ളിൽ നായാട്ടിന് വന്നയാൾ അതീവ സുന്ദരിയായ ഒരു യുവതി പാറകൾ കൊണ്ട് അമ്മാനമാടി കളിക്കുന്ന കാഴ്ച കണ്ടു. നായാട്ടുകാരനെ കണ്ട മാത്രയിൽ മുകളിലേക്ക് എറിഞ്ഞ കല്ല് മേൽക്കൂരയാക്കി താഴത്തെ കല്ലിലിരുന്ന് ഗുഹക്കുള്ളിൽ ആ സുന്ദരി മറഞ്ഞത്രേ. ദേവി ചൈതന്യമുള്ള ആ സുന്ദരി കല്ലിൽ ഭഗവതിയായിരുന്നു. ദേവി അന്ന് അമ്മാനമാടിയ ശിലകൾ ഇന്നും ഇവിടെ കാണാം. മേൽക്കൂരയായി നിൽക്കുന്ന കൂറ്റൻ പാറ നിലത്ത് തൊടാതെയാണ് നിൽക്കുന്നത്. അന്തരീക്ഷത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പാറ 15 ആനകൾ ഒന്നിച്ചു വലിച്ചാൽ പോലും അനങ്ങില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 നേർച്ചകളാണ് കല്ല് നേർച്ചയും ചൂൽ നേർച്ചയും. സ്ത്രീകൾക്ക് മുടി വളരുവാനും പുരുഷന്മാർക്ക് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുന്നതിനുമാണ് ചൂല് നേർച്ച. ഇരുമ്പ് തൊടാതെ ഓല കൊണ്ട് ചൂൽ നിർമ്മിച്ച് നടക്കൽ സമർപ്പിക്കണം. പാതി വഴിയിൽ മുടങ്ങിയ വീടുപണി പൂർത്തീകരിക്കുവാനാണ് കല്ല് നേർച്ച. പണി നടക്കുന്ന വീട്ടിൽ നിന്നും 2-3 കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വീടുപണി പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് വിശ്വസിച്ചു പോരുന്നു. ഗണപതി, യക്ഷി, കരുനാഗയക്ഷി എന്നീ ദേവതകൾ ഇവിടത്തെ ഉപപ്രതിഷ്ഠകളാണ്. മുൻകാലങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നീട് ക്ഷേത്രം തുറന്നിരുന്നില്ല. ഇത്രയും ദൂരം വരുന്നതിലെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ക്ഷേത്രം മേൽശാന്തി
പിഷാരത്ത് വീട്ടിൽ വെച്ച് വൈകിട്ടത്തെ പൂജ നടത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാലും വൈകിട്ട് ദീപാരാധനയ്ക്കും അത്താഴപൂജക്കുമായി വീണ്ടും നട തുറക്കാറുണ്ട്. പെരുമ്പാവൂരിനും കോതമംഗലത്തിനും ഇടയ്ക്ക് ഓടക്കാലി എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും 4 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.